കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. യു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു. കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന കെ കരുണാകരന്റെ 14ാമത് അനുസ്മരണ ദിനം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ ആചരിച്ചു. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരമുണ്ടായിരുന്ന കാലത്തും അധികാരം നഷ്ടപ്പെട്ട കാലത്തും ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ കരുത്തുറ്റ ശബ്ദമായിരുന്നു കെ കരുണാകരൻ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത KPCC മെമ്പർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറഞ്ഞു. 1967 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ സപ്തകക്ഷി ഗവൺമെന്റിൽ കേവലം 9 MLA-മാരുടെ നേതാവായി കേരള നിയമസഭയിൽ അന്നത്തെ സപ്തകക്ഷി കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തി 1969 സഖാവ് EMS-ന്റെ ഗവൺമെൻറ് ഇവിടെ തകർന്ന് തരിപ്പണമായപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചേലോട്ട് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ 1969 അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ജനാബ് CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യമുന്നണി പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലേക്ക് ഐക്യമുന്നണി പ്രസ്ഥാനത്തെ കൊണ്ടുവരുവാൻ അതിശക്തമായ ചാണക്യതന്ത്രം മെനഞ്ഞ നേതാവാണ് CK കരുണാകരൻ. 1971 തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി എന്ന് ശ്രീ കരുണാകരൻ മുദ്ര കയറുന്ന ഒരു സാഹചര്യം നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 1977 ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും രാജ്യത്ത് അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോഴും കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി 111 MLA-മാരുടെ ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രിയായ ശ്രീ കെ കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർപ്പുണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ദേശീയധാരയിൽ അതിശക്തമായ നേതൃത്വം നൽകാൻ ശ്രീ കരുണാകരൻ മുന്നോട്ട് വരികയുണ്ടായി. 1969 കോൺഗ്രസിൻ്റെ വളർത്തുകാലത്തും 1978 കോൺഗ്രസിൻ്റെ വളർത്തുകാലത്തും ദേശീയ രാഷ്ട്രീയത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാഷ്ട്രീയ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ശക്തി പകർന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. 1967 നിയമസഭയിൽ 9 MLA-മാരുടെ ലീഡറായിരുന്ന കെ കരുണാകരൻ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 111 MLA-മാരെ വിജയിപ്പിച്ച് 1977 മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ A. ഹസൻഹോയ, M. ജബ്ബാർകുട്ടി, EM അഷറഫ്, അൻസാരി കോയിക്കലേത്ത്, അനിത മുട്ടാണിക്കൽ, P. ഷാനവാസ്, K. ത്രിദീപ് കുമാർ, ഹാസിം ഷേട്ട്, ബാബു പട്ടീരത്ത്, യൂസഫ് അറാഫത്ത്, ബാബു G. പരിപ്ര, വത്സല, ബഷീർ പെരിങ്ങാല, തോമസ് പണാരിൽ, സുനിൽ P. ഡാനിയൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.